ശബരിമല അവലോകന യോഗത്തിൽ ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ പങ്കെടുത്തില്ല. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന സൂചനയ്ക്കിടെയാണ് അദ്ദേഹം വിട്ടുനിന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശനത്തിന് അവസരമുള്ളൂ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നായിരുന്നു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ഓൺലൈനായി ചേർന്നത്. ശബരിമലയുടെ മുഖ്യ ചുമതലക്കാരൻ അല്ലെങ്കിൽ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ തീർത്ഥാടന നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചുമതലക്കാരനായിരുന്നു MR അജിത് കുമാർ ADGP. അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരുന്നു ഓൺലൈനായിട്ട് ഇന്ന് യോഗം ചേർന്നത്. പ്രത്യേകിച്ചും ശബരിമല നടത്തിപ്പിൽ കഴിഞ്ഞ വർഷം തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തീർത്ഥാടകരെ വഴിയിൽ തടഞ്ഞെന്നും തീർത്ഥാടകർക്ക് തങ്ങാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ വാഹനങ്ങൾ തടഞ്ഞിട്ടുവെന്നും മകരവിളക്ക് ദിവസം തീർത്ഥാടകരെ ക്രമീകരിച്ചത് കാരണം പല തീർത്ഥാടകർക്കും അയ്യപ്പ ദർശനം സാധ്യമായില്ലെന്നൊക്കെ തരത്തിലുള്ള വലിയ പരാതികൾ MR അജിത് കുമാറിന് നേരെ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ദേവസ്വം മന്ത്രിയും ഒപ്പം ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: 80,000 പേർക്ക് വരെ ഒരു ദിവസം ശബരിമലയിൽ ദർശനത്തിനുള്ള അവസരമുണ്ടാകും. ദർശനം ഇത്തവണയും ഓൺലൈൻ ബുക്കിംഗ് വഴി വെർച്വൽ ക്യൂ അടിസ്ഥാനത്തിലായിരിക്കും ദർശനത്തിനുള്ള അവസരം ഒരുക്കുക. അതിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയാലും ഇവർക്ക് ഏത് വഴിയാണ് ശബരിമലയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വഴിയിലൂടെയുള്ള സൗകര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അതായത് സാധാരണഗതിയിൽ പരമ്പരാഗത കാനനപാതകളുണ്ട്, എരുമേലി വഴിയും ഒപ്പം പുല്ലുമേട് വഴിയും. ഇവിടെയൊക്കെ ബുക്കിംഗ് അനിവാര്യമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ തീർത്ഥാടകർ കാത്തു നിന്ന് വളരെയധികം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പ്രതിഷേധങ്ങളും തീർത്ഥാടകരുടെ ഭാഗത്തെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശബരിമല ദർശനത്തിന് ബുക്ക് ചെയ്യുമ്പോൾ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വഴികൾ കൂടിയുള്ള സൂചനകളും ആ വഴിയിലേക്കുള്ള പാസ് ഉൾപ്പെടെയുള്ള ബുക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടായിരിക്കും വിർച്വൽ ക്യൂ ബുക്കിങ്ങിന് സൗകര്യം ഒരുക്കുന്നത്. മറ്റു ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്: തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ തരത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ തങ്ങാനുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കും. പ്രത്യേകിച്ചും എരുമേലിയിലും ഒപ്പം നിലയ്ക്കലുമായിരിക്കും അത്തരം സംവിധാനങ്ങൾ കൂടുതലായി ഒരുക്കുക. ഒപ്പം പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് തങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായുള്ള കൂടുതൽ സൗകര്യങ്ങൾ എരുമേലിയിലും നിലയ്ക്കലിലും സജ്ജമാക്കും. തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവ ഒരുക്കും. തങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിശുദ്ധി സേന അംഗങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു മെഡിക്കൽ പരിശോധന സർട്ടിഫിക്കറ്റും തവണ മുതൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ തരത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. ദേവസ്വം മന്ത്രിയും ചീഫ് സെക്രട്ടറിയും കൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി അടുത്ത അവലോകന യോഗം ശബരിമലയിലും പമ്പയിലും എരുമേലിയിലും ഒപ്പം പന്തളത്തുമായാണ് നടക്കുക. അതിന്റെ തീയതികൾ പിന്നീട് നിശ്ചയിക്കും. എന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ശബരിമലയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ചേർന്നത്. അതേസമയം DGP ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതും ഒപ്പം മുൻ പ്രാവശ്യങ്ങളിലൊക്കെ ശബരിമല ചുമതല മനോജ് എബ്രഹാമിനായിരുന്നു. ഇത്തരത്തിൽ ഇന്ന് ചേർന്ന ഈ ഓൺലൈൻ അവലോകന യോഗത്തിൽ നിന്നും MR അജിത് കുമാർ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിച്ചിരുന്നത് അജിത് കുമാർ ആയിരുന്നു. ആ യോഗങ്ങളിൽ നിന്നും അജിത് കുമാറിനെ ഒഴിവാക്കി നിർത്തിയിരുന്നു. തീർച്ചയായും ബിനോയ്, ഇപ്പോൾ പങ്കെടുത്തില്ല, ഈ ഒരു ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. കാരണം അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ടിന് വേണ്ടി മുഖ്യമന്ത്രി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അല്ല എങ്കിൽ പോലും RSS കൂടിക്കാഴ്ച, ഒപ്പം അൻവറിന്റെ പരാതി, ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ പരാതികൾ, ഒപ്പം മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം DGP നടത്തുന്നു. അത്തരത്തിൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരം ശബരിമല തീർത്ഥാടനം പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും MR അജിത് കുമാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശബരിമല ചീഫ് കോർഡിനേറ്റർ അല്ലെങ്കിൽ പോലും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പല സമയങ്ങളിലായി അദ്ദേഹം അവിടുത്തെ
തീർത്ഥാടന കാലങ്ങളിൽ പല ഘട്ടങ്ങളിലെ ശബരിമല ഡ്യൂട്ടി നോക്കിയിട്ടുള്ള പരിചിതപ്രജ്ഞനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ADGP MR അജിത് കുമാർ. അദ്ദേഹത്തെ പൂർണ്ണമായും ഇത്തവണ ശബരിമല അവലോകന യോഗത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള വിവരം മാത്രമേ പുറത്തു വരുന്നു. തീർച്ചയായും ബിനോയ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ശബരിമല അവലോകന യോഗം ചേർന്നത്. നിരവധി തീരുമാനങ്ങളുണ്ടായി. എന്നാൽ ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഈ ഒരു അവലോകന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. എന്തായാലും തുടർന്നും പങ്കെടുക്കാത്ത പക്ഷത്തിൽ തന്നെ തുടർന്നും നടപടികൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്.